എല്ലാവർക്കും മൈക്രാഫ്റ്റ് ടെക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാട്സാപ്പിലൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാരായിട്ടൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്ററിയാതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 2 ടിക്ക് വീണ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാക്കത്തില്ല. ഒരു ടിക്കാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ഫോർ എവരിവൺ ചെയ്യാം. നമ്മളിപ്പോൾ 2 ടിക്കും വീണ് കുറേ മണിക്കൂർ ശേഷം എങ്ങനെ നമുക്ക് ഡിലീറ്റ് ഫോർ എവരിവൺ ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീഡിയോ. അപ്പോൾ മച്ചന്മാരെ വാട്സാപ്പ് എടുക്കുക. ഞാനും എൻ്റെ കൂട്ടുകാരനുമായിട്ട് ചാറ്റ് ചെയ്തൊരു ചാറ്റാണിത്. അത് ജൂലൈ 20, 2021 ഞാൻ ഗുഡ് മോർണിംഗ് അയച്ചായിരുന്നു 8:53. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ നോക്കുവാണ്. അവൻ കണ്ടപ്പോൾ ഉണ്ട്. ഡിലീറ്റ് ഫോർ മീയെ വരുന്നുള്ളൂ, ഡിലീറ്റ് ഫോർ എവരിവൺ വരുന്നില്ല. അവൻ കണ്ടുകൊണ്ടാണ് ഡിലീറ്റ് ഫോർ എവരിവൺ വരാത്തത്. 2 ടിക്കും വീണ് ബ്ലൂ ലൈറ്റും കത്തി ഡിലീറ്റ് ഫോർ എവരിവൺ വരത്തില്ല. 2 ടിക്ക് കത്തി 2 ടിക്കായാലും ഡിലീറ്റ് ഫോർ എവരിവൺ വരത്തില്ല. ഒരു ടിക്കാണെങ്കിൽ മാത്രമേ നമുക്ക് ഡിലീറ്റ് ഫോർ എവരിവൺ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഈ 2 ടിക്കും വീണ് ബ്ലൂ കളറും കത്തിയാൽ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ഫോർ എവരിവൺ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ബാക്കിലോട്ട് പോവാം. എന്നിട്ട് നമ്മൾ മണ്ടയ്ക്കുന്ന താത്തിട്ട് നെറ്റും വൈഫൈയും ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് കളയുവാണ്. റീസെൻ്റ് ആപ്സ് ഇപ്പോൾ എല്ലാം ഒന്ന് കളയുവാണ്. എന്നിട്ട് സെറ്റിങ്സ് എടുക്കുക. അത് നിങ്ങൾക്ക് ഡേറ്റ് ആൻഡ് ടൈം ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ പോവുക. എന്നിട്ട് അതിൽ ഡേറ്റ് ആൻഡ് ടൈം എടുക്കുക. എന്നിട്ട് ഓട്ടോമാറ്റിക് ഡേറ്റ് ആൻഡ് ടൈം അത് ഓഫ് ചെയ്തിടുക. നിങ്ങൾക്ക് വേണ്ട ടൈമും ഡേറ്റും ഇവിടെ സെറ്റ് ചെയ്യുക. ഡേറ്റും ടൈമും ഞാനിവിടെ സെറ്റ് ചെയ്തപ്പോൾ ഉണ്ട്. നമ്മൾ ഓട്ടോ ഡേറ്റ് ആൻഡ് ടൈം ഓണാക്കി ഇടരുത്. എന്നിട്ട് നമ്മൾ ബാക്ക് ഇറങ്ങുക. എന്നിട്ട് നമ്മൾ വാട്സാപ്പ് എടുക്കുക. എന്നിട്ട് ആ ചാറ്റ് എടുക്കുക. നേരത്തെ ഗുഡ് മോർണിംഗ് അയച്ചായിരുന്നു, പക്ഷെ അതങ്ങ് ഡിലീറ്റായി പോയി. അതുകൊണ്ട് ഹായ് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് വെക്കുക. ഇപ്പോൾ ഡിലീറ്റ് ഫോർ എവരിവൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആയത് കാണാം. നിങ്ങളത് ചെയ്യുക. ഇത് ഏറ്റവും സിമ്പിളായ വേ ആണ്. നിങ്ങൾക്ക് ഇതേ കൂട്ട് ചെയ്യാവുന്നതാണ്. ഡിലീറ്റ് ഫോർ എവരിവൺ എന്ത് തെറ്റ് പറ്റിയാലും ഇതേ കൂട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റൊക്കെ വന്നതിന് ഇതേവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. ഡിലീറ്റ് ഫോർ എവരിവൺ വന്നോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നല്ല വീഡിയോയിലുമായി